ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഡേ 2 ആണ്. ഉറങ്ങി കിടന്നത് ഇവിടെ നല്ല വൈബ് പുറത്താണ് കേട്ടോ. അതെന്താ പൊതച്ച് മൂടി കിടക്കുന്നത്? അല്ല ഇവന് പിന്നെ ഫോഗൊക്കെ ഇറങ്ങിയല്ലോ അല്ലേ? നമ്മള് വന്നതാ അതിന്റെ മുകളിലോട്ടോ ഇങ്ങനെ ഇറങ്ങി. ഇതാണ് റൂം കേട്ടോ. അപ്പം നേരെ കയറുമ്പോൾ ഒരു ഹോള്, അതുപോലെ 2 പ്ലഗ് പോയിൻ്റ് ഉണ്ട്. പിന്നെ അവിടെ 2 പ്ലഗ് പോയിൻ്റ് ഉണ്ട്. വീട്ടിൽ പോയി ഷെയർ 4 പേർക്ക് കിടക്കാൻ പറ്റും. ഒരു എക്സ്ട്രാ ബെഡ് അതിൻ്റെ മുകളിലേക്ക് പ്രത്യേകമായിട്ട് കിട്ടും. അടിപൊളിയായിട്ട് റൂഫിൽ കയറിക്കാലേ. റൂഫിൽ ടൈം ലാപ്സ് ഇടാലോ. ടൈം ലാപ്സ് വെക്കാലോ. റൂഫിൽ കയറി വെക്കട്ടെ. ചട്ടി പൊളിട്ടോ. അടിപൊളിയായിട്ടാ കൊണ്ടുപോയി. ഇരിക്കാനുള്ള 2 ചെയറും ഉണ്ട്. സീൻ കേട്ടോ. നീ കേക്കിൻ്റെ സൈക്കിൾ ഒരു കോട്ടേജിൽ അതാ ഒന്ന് മാറ്റി ഒരുങ്ങി വരുന്നുണ്ട്. പിന്നെ ഒരു കോട്ടേജ്, അവിടെ ഒരു കോട്ടേജ് ഉണ്ട്, കാണില്ല. ഞാൻ കുറച്ചേരം ടൈം ലാപ്സ് ഒക്കെ നിങ്ങളെല്ലാവരും കാണിക്കും. നമ്മളിപ്പം ചായ പിടിക്കാൻ ഇറങ്ങിയതാട്ടോ. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചാൽ നമ്മൾ ഇങ്ങനൊന്നും വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, വെളിച്ചല്ലേ ഉള്ളൂ. അതെ, നമ്മുടെ ചായ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചായ പിടിക്കാം, കട്ടനാട്ടോ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടില്ല, അവിടെ ആവണുള്ളൂ. ഡിന്നർ ആയിരുന്നു. നമ്മൾ ഇന്നലെ ഡിന്നർ കഴിച്ച് നമ്മൾ ചായ അതിനുണ്ട് കേട്ടോ. നല്ല ചൂട് കട്ടൻ ചായ പിടിക്കാം. കാപ്പിയാണ് എന്തെങ്കിലും കാപ്പി കേട്ടോ. വാക്കിങ്ങിന് ഇറങ്ങി കേട്ടോ. എല്ലാവരും കൂടി ഇവിടെ എല്ലാവരും നടക്കുന്നുണ്ട്. നോക്കി നേരത്തെ സൂപ്പർ സ്റ്റെപ്പിൻ്റെ മുകളിൽ താഴെ ചെറിയ ഒരു അടിയത്തെ സ്റ്റെപ്പ് ഒന്ന് കാല് കഴിഞ്ഞ് കേക്ക് ഫോണ് നമ്മൾ കേക്കിന് വെക്കുന്നത്. എന്നിട്ട് കേക്കിന് വേണ്ടി 2 ഫോട്ടോ എടുത്തരാൻ പറയുന്നത്. എടുത്തെത്തിട്ടോ കേക്ക് ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. ഇതെന്താ ലവ് ബേർഡ്സാ? പ്രാവ് മുയലല്ലേ, മുയലിതാ അവിടെ. എല്ലാവർക്കും ഒപ്പരം എടുത്താൽ പോലെ പക്ഷാപാതത്തിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ വല്ല ആ ഒരു റെയിൻബോ ഉണ്ടോ നമ്മളെ കണ്ണിൽ ചെന്ന് ഇങ്ങനെ ഉടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഫീൽ മലന്റെ അപ്പുറത്തല്ല, നമ്മളവിടെ തന്നെയാണ്. അതാണ്ടോ അതിന്റെ പുല്ലിന്റെ അപ്പുറത്ത് കൂടിയും വരുന്നുണ്ട്. നിങ്ങളെ കോട്ടേജിന്റെ അടുത്ത് നിന്നാ വരുന്നേ.
പാക്കേജ് റൂമിലേക്ക് പോവുകയാണ്. ഓക്കെ, റൂമിൽ പോയിട്ട് ഫോൺ എടുത്തിട്ടില്ല. ഇനി ഫോണിൽ പോയിട്ട് ഫോണിൽ കുറച്ച് ഷൂട്ട് ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് നമ്മളെ GoPro 62% 100 ആക്കിയത്. അപ്പോൾ രാവിലെ ഷൂട്ടിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഇപ്പോൾ ആകെ 7 മണിക്കൂറോട്ട് ഷൂട്ട് ചെയ്യും. 7 മണിക്കൂറല്ല, 7 മിനിറ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. റൂം പോയിട്ട് ആവശ്യമില്ലാത്ത ക്ലിപ്പൊക്കെ ഒഴിവാക്കിയിട്ട് അക്ക് സ്റ്റാർട്ട് ചെയ്തു. നല്ല മഴ ചാറുന്നുണ്ട്. ഇവിടെ ഫുഡ് ബന്ധാച്ച്. പൈസ എടുത്ത് വാങ്ങിയ ഡോക്ടർ സ്ഥാനം. ഫസ്റ്റ് കോട്ടേജ് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ചായയും വേറെ എന്തൊക്കെ എന്തായാലും കേൾക്കാനുള്ളത്. അതിൽ 2 പ്ലേറ്റ് ഉണ്ടോ? 2 പ്ലേറ്റ് ഉണ്ടോ കണ്ടിട്ട്. ഇഡ്ഡലിയും ദോശയും, നല്ല ഇഡ്ഡലിയും ചട്ടിനും. 65 കിലോമീറ്റർ ചോട്ടിയില്ലടാ. ഞാൻ വണ്ടി ഓടിക്കാം. ആണോ? ഇന്നത്തെ ചോറ് ബാക്കിയില്ലേട്ടാ. ഞാൻ തന്നെ ഇഡ്ഡലി ഇല്ലേ വലിയ കുറിച്ച് ഡിയന്മാരുണ്ടാക്കും. ഒരു പ്രശ്നമില്ല. സാമ്പാർ സാമ്പാറുണ്ട്, പാൽ ചട്ടിനി ഉണ്ട്, ചട്നി സാമ്പാർ ഫിനിഷിങ് ഒഴുകി ഞാൻ അങ്ങനെ കുഴച്ച് പഴം കൊടുത്ത പഴംപൊരിയാക്കി തിരിക്ക്. അത് തിന്നാൻ നേരം ക്ലാസ്സും ഇല്ല. അങ്ങനെങ്കിലും ക്ലാസ് ഒന്ന് വർക്ക് ചെയ്യട്ടെ. ഇതില്ല പാട്ടിച്ചോ ഒരാളുണ്ട് കേട്ടോ. അവിടെ പറ്റി ഗ്രൂപ്പ് ഫോട്ടോ പൊളിക്കാം. നമ്മുടെ ദാസേട്ടൻ്റെ ഭാഷയിൽ പറയണ പൊളിക്കാം പൊളിക്കാം പൊളിച്ചെടുക്കാം. ഞാൻ റൈഡ് ചെയ്യില്ല കേട്ടോ. ഒന്ന് ചവിട്ടാൻ വയ്യ, വൻ സീന. കാല് നല്ല പെയിൻ. നമ്മൾ കുറച്ച് ചവിട്ടി കയറ്റുമ്പം തന്നെ കാല് നല്ല വേദന ഉണ്ട്. ഇനി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ നിൽക്കട്ടെ. എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കട്ടെ. അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു. ടാറ്റ ബൈ. മലനിരകളോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് നമ്മളെ റിസോർട്ടിൽ എല്ലാവരും കാറ് പോവാ. ഇത്രയും ഭ്രാന്തുള്ള നമുക്കെല്ലാം വളരെ കൊണ്ടുവന്നു. ബൈ ബൈ. നമ്മൾ ഇവിടെ ഇറങ്ങാം കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങി ചെറിയൊരു ഫോട്ടോഗ്രാഫി.
ഫോട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അത്രയും ദൂരം എന്തിനു പോകുന്നു? എൻ്റെ ഞാൻ ഫോട്ടോ എടുക്കട്ടെ. ഇത് കമ്പീൻ്റെ മുകളിലോട്ടൊക്കെ കുത്തിയത് ആടുക ക്യാമറ ഉള്ളത് പൊളിച്ച്. ആ നെല്ലിക്ക ഉണ്ട്, നെല്ലിക്ക പറിക്കണോ? ആ ഒറ്റ ഒന്ന് സൈഡ് വരുമോ? ഒന്ന് സൈഡ് ഇനി അവിടെ എന്തോ ഒരു വ്യൂ ഉണ്ട്. നെല്ലിക്ക വേണോ പറിക്കട്ടോ? എന്താണ് ആർഡർ പേടി എന്താല്ലേ അടിയിൽ പാറയാണല്ലോ. എന്താ വ്യൂ. ഇല്ല പൊട്ടിക്കണോ? ഞാൻ ഇവിടെ നിന്നോളാം. അല്ല ഞാൻ ഇവിടെ നിന്നോളാം. പാലം പൊട്ടിയല്ലേ നമ്മളിവിടെ ഉണ്ടാവും. കിട്ടിയോ? നമ്മൾ ഫുഡ് കഴിക്കാനാ എന്നതാട്ടോ. അത് അവിടുന്ന് കഴിച്ചതാണ്. പക്ഷെ ഞാൻ വിശക്കുന്നു. ഇവിടെ പോട്ടെ. ഒരു ടോയ്ലറ്റിലേക്കാ ഉള്ളിൽ കയറാം. എവിടെ ഇരിക്കണം? ഉള്ളിലിരിക്കണോ പുറത്തിരിക്കണോ? ഉള്ളിലിരിക്കല്ലേ? അല്ല എന്തായാലും കാറുണ്ടേ വരുമല്ലോ. ഓക്കെ ഉള്ളിലിരിക്കാം. കുറച്ച് സമയം കാലം വേദന ഒരു വരും. കൈയ്യിട്ടോ കഴിച്ചിട്ട് കാണാം. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അൾട്രാസ് ഹോട്ടൽ അൾട്രാസ് പെഡൽ ഹബ്ബ്. മറ്റേ ഒരു ബാക്കിൽ വരുന്നുണ്ട്. കുറച്ച് പേര് മുന്നിൽ പോയി. കേക്കെ നേരെ ചവിട്ടി പോവാ. ഓക്കെ അവരൊക്കെ ചവിട്ടി പോകുന്നുണ്ട്. പിന്നെ പെഡൽ ഹബ്ബിലുള്ള ഞാനെങ്ങനെ വീട്ടിലെത്തിയത് അല്ലേ? അപ്പം അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നാമത് പറഞ്ഞു നമുക്ക് പെയിൻ കയറിയത് കൊണ്ട് ഞാൻ റൈഡ് ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എൻ്റെ സൈക്കിൾ വേറൊരാൾ റൈഡ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വേറൊരു ഇതുണ്ട്, സോമ എന്ന് പറഞ്ഞിട്ടൊരു സൈക്കിളുണ്ട്. അപ്പം ആ ഒരു സൈക്കിളിൻ്റെ ക്രാങ്ക് കംപ്ലൈൻ്റ് ആയിട്ട് അത് ചവിട്ടാൻ പറ്റില്ല. തിരിച്ച് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ടീത്ത് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ചവിട്ടുമ്പോൾ സ്ലിപ്പായി പോകണം. പിന്നെ അതുപോലെ തന്നെ നമ്മളത് പെഡൽ ഹബ്ബിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ബസ് കയറിയിട്ട് പിന്നെ ഒരു ഞായറാഴ്ച നെക്സ്റ്റ് സൺഡേ ഒന്ന് കൊണ്ടുപോകാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ അവിടെ പോയപ്പം എനിക്കെന്തായാലും ചവിട്ടാൻ പറ്റില്ല, അപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ഞാൻ മെല്ലെ പെഡൽ ഹബ്ബിൽ സൈക്കിൾ വെച്ച് പിന്നെ വേറൊരാളെ സൈക്കിളുണ്ട്, പിന്നെ ആ സോമ സൈക്കിളുണ്ട്. അപ്പം നമ്മൾ 3 സൈക്കിൾ അവിടെ വെച്ചിട്ട് നേരെ കൊണ്ട് ആ കാറിലാണ് തിരിച്ചു വന്നതാണ്. പിന്നെ
ആ ഒരു ടയർഡ് ലൈൻ കാലം നല്ല പെയിൻ ഉണ്ട്, എപ്പോഴും പെയിൻ ഉണ്ട്. ഇപ്പം മൂവൊക്കെ ചെയ്ത് തേച്ചിരിക്കുക. പിന്നെ അതേപോലെ എൻ്റെ കാലിനൊരു അട്ട കടിച്ചിട്ടത് കണ്ടോ, അട്ട കടിച്ചതിൻ്റെ പാടാണ്. ഞാൻ ഇപ്പം വീട്ടിലെത്തിയപ്പോഴാണ് ഈ അട്ട അടിച്ച പാട് കണ്ടത്. അപ്പോൾ നമ്മുടെ റൈഡൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറേ ആൾക്കാരുണ്ട് നമ്മൾ ഈ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഞാൻ 3 കൊല്ലമായി വീഡിയോസ് വയ്ക്കാതെ 3 കൊല്ലമായി വന്നിട്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ വിചാരിച്ചത് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ റൈഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂട്യൂബ് ചാനൽ വീഡിയോസ് ഇടലില്ല, അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും വിചാരിച്ചത്. പിന്നെ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊരു യാത്ര സ്റ്റോപ്പ് ചെയ്യുന്നത് അടുത്തൊരു യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു യൂട്യൂബറെ ഭാഗത്തുനിന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, യൂട്യൂബർ ട്രാവലർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു യാത്ര സ്റ്റോപ്പ് ചെയ്യണത് അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു റൈഡല്ല, നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ട്. ചിലപ്പോൾ അതിന് വീഡിയോസ് വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ അട്ടപ്പാടി വീഡിയോസ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ മോണിറ്റൈസേഷൻ ആവാൻ നമുക്ക് ഇനി കുറച്ചൊരു 2500 വാച്ചിങ് അവേഴ്സും കൂടി മതി. 1500 വാച്ചിങ് അവേഴ്സും കൂടി മതി. അതായത് കഴിഞ്ഞ ഡിസംബറിനുള്ളിൽ വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് യൂട്യൂബിൻ്റെ പോളിസിയിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ അട്ടപ്പാടി റൈഡിലേക്ക് പോയത്. അത്രയും വലിയ ക്ലൈമ്പാണ്, ഇറക്കുക ചവിട്ടി കയറ്റി 50-49 കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രം ക്ലൈമ്പ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ ഓവർ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഫുൾ ഒരു ഇതിൽ കൂടെ വന്നു, ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ വന്നത്. എന്ന് വെച്ചാൽ അവിടെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് വ്ളോഗ് ചെയ്തിട്ടില്ല, സൈക്കിളിനെ വിളിച്ചില്ല, അപ്പം എങ്ങനെ എത്തണ്ടേ, അപ്പം വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. അതാണ് നേരെ റൂമിലെത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. പിന്നെന്താ, നമ്മുടെ റൈഡെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലബിൻ്റെ കൂടെയാണ് പോയത്. ക്ലബിൻ്റെ പേര് ടീം മലബാർ റൈഡേഴ്സ് എന്നാണ്. അപ്പം എന്താ, അപ്പം നമ്മളിനിയും റൈഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്ലബിൽ തന്നെ റൈഡും പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാൻ പേഴ്സണലായിട്ടും റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ അടുത്ത മാസം ഒരു ഡൽഹി ടു മണാലി പാക്കേജ് കൊണ്ടുപോകാനൊരു ചെറിയൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇതായിട്ടുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മൾ കൺഫേം അല്ല കൊണ്ടുപോകുന്നത്, കുറച്ച് പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മാസം ഒരു ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു പാക്കേജ് കൊണ്ടുപോകണമായിരിക്കും കേട്ടോ. അപ്പം പറയണമെന്നുള്ളൂ, കൺഫേം ആയിട്ടില്ല, ചിലപ്പോൾ കൊണ്ടുപോകും ചിലപ്പോൾ കൊണ്ടുപോകില്ല, അതൊരു സിറ്റുവേഷനിലാണ്, നോക്കട്ടെ. അപ്പം വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണാം.